ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീൻ ട്രേഡർ. ഇന്നത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും മൊമെന്റ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും മോർണിംഗിൽ നല്ലൊരു ബൈ ട്രേഡ് പോയിട്ടുണ്ട്. നമുക്ക് ഇന്നലത്തെ പോലെ ബൈ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ലൊരു ഹൈക്കായിരുന്നു, നല്ലൊരു ട്രേഡ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സെല്ല് നമുക്കൊരു 11:30 ശേഷം വന്ന സെല്ല് നിഫ്റ്റി ആണെങ്കിൽ സൈഡ് വേസ് ഒരുപാട് നേരം നിന്നതിന് ശേഷമാണ് ലാസ്റ്റ് കൺഫേം ആയത്. അവിടുന്ന് ഒരു ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, ചെറിയൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സൈഡ് വേസ് വരുന്ന ഫുള്ളും സെല്ല്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ മോർണിംഗ് നല്ലൊരു ബൈ ആയിരുന്നു, നല്ല സ്ട്രോങ് ബൈ ആയിരുന്നു. പക്ഷേ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ബൈ പോകുന്നതുകൊണ്ട് അത്ര സ്ട്രോങ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നല്ല ട്രേഡ് രാവിലെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് സെല്ല് പക്ഷേ കൺഫേം ആയില്ല, കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് കൺഫേം ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ട്രേഡുകൾ നമ്മൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, സൈഡ് വേസ് കൺഫർമേഷൻ വന്ന് പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് കിട്ടുന്ന സിഗ്നലൊക്കെ ആക്യുറസി കൂടുതലായിരിക്കും, അത് ടാർഗറ്റ് കൂടുതലും നമുക്ക് 3 ടാർഗറ്റ് ഹിറ്റാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെയും എങ്ങനെ സോഫ്റ്റ് പെർഫോമൻസ് കാണിച്ചു എന്ന് കാണിച്ചു തരാം. സിമ്പിളാണ് വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മുടെ 8.1 സ്ട്രാറ്റജിയാണ് ഈ കാണിക്കുന്നത്, ലേറ്റസ്റ്റ് വേർഷൻ. ഇതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട്, അതായത് ഒരു എൻട്രിയും എക്സിറ്റും റിവേഴ്സലും, അതേപോലെ തന്നെ എവിടെ പ്രോപ്പർ എക്സിറ്റ് ചെയ്യണം, അതേപോലെ നമുക്ക് മാർക്കറ്റ് ഇനിയും ബൈ കയറുമോ സൈഡ് വേസ് കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തരും. അതിന് ഇന്നത്തെ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ തന്നെ എക്സാമ്പിൾ എടുക്കാം. ഇന്ന് ലേറ്റസ്റ്റ് വേർഷൻ 8.1 ആണ്. ഇതിൻ്റെ ടോട്ടൽ 8 ടൈപ്പ് സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ചാർട്ടുകളെ അപേക്ഷിച്ച് സൈഡ് വേസ് മാർക്കറ്റ്, അതായത് ഒരു ഡൗൺ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ പ്രോപ്പറായിട്ട് ഒരു ഡൗൺ ട്രേഡ് ആണോ അതോ സൈഡ് വേസ് ആണോ അവിടെ എടുക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് നമുക്ക് മറ്റ് ചാർട്ടുകളെ അപേക്ഷിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ ലോസ് ലിമിറ്റ് ചെയ്യാനും കറക്റ്റായിട്ട് ട്രേഡ് പെർഫെക്റ്റ് ആയിട്ട് എവിടെ നിന്നാണ് ഒരു ഡൗൺ വരുന്നത് എന്നുള്ളത് വെക്കാൻ വളരെ എളുപ്പമാണ്. അതിന് എക്സാമ്പിൾ ഇന്നത്തെ തന്നെ നിഫ്റ്റിയാണ്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ 2 ട്രേഡ് കിട്ടും, രാവിലെ ഒരു ബൈയും ഒരു സെല്ലും. പക്ഷേ ഈ ബൈ നമുക്ക് നോക്കുകയാണ്, അപ്പം തന്നെ കൺഫർമേഷൻ കിട്ടി, കാരണം സിഗ്നൽ വന്നു, ക്യാൻഡിലും ഗ്രീനായി, താഴെയും നമുക്ക് അവിടെ തന്നെ ഈ രണ്ടാമത്തെ ക്യാൻഡിൽ ഗ്രീൻ ആയിട്ടുണ്ട്, അവിടുന്ന് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് കയറി ബാക്ക് അടിച്ചതിന് ശേഷം ഈ ഡിപ്പിൽ നമുക്ക് ഇവിടുന്ന് എടുക്കാമായിരുന്നു, ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറിയിട്ടുണ്ട്, ഇവിടുന്ന് നമുക്ക് നല്ല രീതിക്ക് ഒരു ബൈ പോയിട്ട് നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഓപ്ഷൻ എടുക്കണം, അതിൻ്റെ കൺസേൺഡ് സ്ട്രൈക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഏതാണ് സ്ട്രൈക്ക് വേണ്ടത്, ഇപ്പോൾ 24,000 ആണെങ്കിൽ നമുക്ക് ആ കൺസേൺഡ് സ്ട്രൈക്ക് വ്യൂവിൽ സിമ്പിൾസിൽ പോയിട്ട് നമുക്ക് ഏതാണോ സ്ട്രൈക്ക് വേണ്ടത് 24,000 കോൾ ഓപ്ഷൻ നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ നമുക്ക് 24,000 ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചാർട്ട് എടുക്കാം. ആ ചാർട്ടിനകത്ത് കറക്റ്റായിട്ട് അവിടെ സിഗ്നൽസ് നമുക്ക് കാണിച്ചു തരും. അതിലിവിടെ ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ആ സമയത്ത് ബൈ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് നമുക്ക് സിഗ്നൽ എടുത്തു 201 നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് നല്ല ഹൈക്ക് 270 വരെയൊക്കെ നമുക്ക് പോയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആണ് നമുക്ക് മോർണിംഗിൽ കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും സിഗ്നൽ കൺഫർമേഷൻ അപ്പം തന്നെ വന്നു, റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത് നല്ല ബ്രേക്ക് ഔട്ട് പോയി. പക്ഷേ സെല്ല് തിരിച്ചാണ്. ഇവിടുന്ന് ഒരു ഡൗൺ ട്രേഡ് ഉണ്ടെങ്കിലും നമുക്ക് ആക്ച്വലി അവിടെ നിന്നൊരു ഡൗൺ എടുക്കാൻ നമുക്ക് 5 മിനിറ്റ്സ് പറഞ്ഞിട്ടില്ല. അവിടെ നിന്നൊരു സ്ട്രോങ് സെല്ല് അവിടെ സോഫ്റ്റ്വെയർ തരുന്നില്ല, കൺഫർമേഷൻ കിട്ടിയതുമില്ല. നമുക്ക് ക്യാൻഡിലിൻ്റെ കളർ ഗ്രീൻ ആയി റെഡ് ആയുമില്ല, താഴെ റെഡ് വന്നില്ല, സെൽസ് ഒന്നും വന്നില്ല. അത് ലാസ്റ്റ് മാർക്കറ്റ് ക്ലോസിംഗ് ലെവലിലേക്ക് ആയപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അതേപോലെ തന്നെ നിഫ്റ്റിയിലും ആകട്ടെ നമുക്ക് സിഗ്നൽ അവിടെ കൺഫർമേഷൻ കിട്ടിയിരുന്നില്ല. കൺഫർമേഷൻ വന്ന സമയത്ത് നമുക്ക് ഇവിടെയായി, അവിടുന്ന് ബ്രേക്ക് ഔട്ട് നമുക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും മാർക്കറ്റ് സൈഡ് വേസ് വോളിയം ഇല്ലാതെ ആ റേഞ്ചിൽ നിൽക്കുമായിരുന്നു. അത് കുറേ നേരം അത് ഓൾമോസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ട്രോങ് സെൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം കൺഫർമേഷൻ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ റിസ്ക് ചാൻസ് കൂടുതലാണ്. അങ്ങനത്തെ ട്രേഡുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ ചെറിയ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് പ്രോപ്പർ പോയതിനു ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിൽ നമ്മുടെ സോഫ്റ്റ് കറക്റ്റായിട്ട് കളർ ചേഞ്ചസ് ചെയ്തും സൈഡ് വേസ് കാണിച്ചു തരുന്നുണ്ട്, സപ്പോർട്ടുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ബ്രേക്ക് ഔട്ട് പോകുന്ന സിഗ്നൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതേപോലെ ട്രേഡ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പലതരത്തിൽ നമുക്ക് ഇൻഫർമേഷനും തരുന്നുണ്ട്. അതിൽ ട്രെൻഡ് ലൈൻ, ഈ മാർക്കറ്റിൻ്റെ അപ്പ് ഡൗൺസ് ലൈൻ നമുക്ക് കണക്കാക്കാം. അവിടുന്ന് നമുക്ക് പ്രോഫിറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ തിരിഞ്ഞിറങ്ങുമ്പോൾ എക്സിറ്റ് അടിക്കാം, അല്ലെങ്കിൽ ട്രെൻഡ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എക്സിറ്റ് അടിക്കാം. സൈഡ് വേസ് അതേപോലെ നമുക്ക് മെസ്സേജ്, ഇപ്പോൾ ഒരു റിവേഴ്സ് മെസ്സേജ് നമുക്ക് തരുമ്പോൾ അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് പോയിന്നുള്ള ഇൻഡിഫിക്കേഷൻ ക്രോസ് അപ്പ് ക്രോസ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇൻഡിഫിക്കേഷൻ അവിടെ കാണിച്ചു തരും ആ ലൈവ് മാർക്കറ്റിൽ. അതേപോലെ തന്നെ നമുക്ക് താഴത്തെ സോൺ മാറും, പിന്നെ അതേപോലെ ട്രെൻഡ് ചേഞ്ച് ആകും. ഫസ്റ്റ് ട്രെൻഡ് ചേഞ്ച് ആവുന്നു, ഈ ട്രെൻഡ് ലൈനും വൈസ് നോക്കുക, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൻ്റെ സോൺ നോക്കുക, പിന്നെ ആ മെസ്സേജ്. നമുക്ക് ഇതേപോലെ പല ടൈപ്പ് സിഗ്നൽസ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഇൻഡിക്കേഷൻ കാണിച്ചു തരുന്നുണ്ട്. ഈസിയാണ് മനസ്സിലാക്കാനായിട്ട്, വളരെ എളുപ്പമാണ്. ഈവൻ ഫ്രഷേഴ്സിന് പോലും മനസ്സിലാകുന്ന സ്ട്രാറ്റജി തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം സൈഡ് വേസ് മാർക്കറ്റിലും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, റിവേഴ്സ് പോകുന്ന എവിടെ, അതായത് നമുക്ക് ലോസ് ലിമിറ്റ് ചെയ്ത് ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റും നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ. ഓക്കെ, താങ്ക് യു.